ഹായ് കുഞ്ഞീസ്, ഇന്നേ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. വൈകുന്നേരം കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു, മഴയൊക്കെ അല്ലേ. അപ്പോൾ ഉലുവാക്കഞ്ഞി ആകുമ്പോൾ മരുന്നുമാണ്. അങ്ങനെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് നമ്മളെ ചമ്പാവരി കഴുകിയിട്ട് കൊടുത്തു. പിന്നെ ഉലുവ കുതിർത്തതും കൂടെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ തിളയ്ക്കാൻ വെച്ചായിരുന്നേ. അപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ നമ്മുടെ പയർ കുതിർത്തതില്ലേ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 4-5 കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും. പിന്നെ ഒരു 2 വറ്റൽമുളകും, പിന്നെ ഒരു പിടി മുരിങ്ങയിലയും, ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തതെല്ലാം മരുന്നാണ്. അപ്പോൾ മഴയത്ത് കുടിക്കുമ്പോൾ വയറിനും സുഖം കിട്ടും, കഞ്ഞിയല്ലേ. അങ്ങനെ പിന്നെ ഞാനത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ കുക്കറിൻ്റെ അടപ്പെടുത്ത് വെച്ച് അടച്ചു. ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വെച്ചിരുന്നു. അപ്പോൾ തുറന്നപ്പോൾ നല്ല അരി നല്ല വെന്തു, നല്ല പാകമായി. പക്ഷേ വെള്ളം വറ്റിയായിരുന്നു. അപ്പം ഞാൻ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഞാൻ കുറേശ്ശെ ഒഴിച്ചു വിടും, കാരണം ഇത് വെന്തപ്പോൾ കുക്കർ നിറഞ്ഞു പോയി. എന്നിട്ട് അതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് കഞ്ഞി എടുത്ത് മാറ്റിയിട്ട് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. മൊത്തത്തിൽ ഞാൻ ഉപ്പിട്ടില്ല. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി. പിന്നെ കുറച്ച് പപ്പടവും ചുട്ട് അച്ചാറും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും കഞ്ഞി തന്നെയായിരുന്നു ഇവിടെ കുടിച്ചത്, മഴയൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് അച്ചാറും ചുട്ട പപ്പടവും നല്ല ഉലുവാക്കഞ്ഞി, നല്ല തേങ്ങാപ്പാലൊഴിച്ച ഉലുവാക്കഞ്ഞിയും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ വയറിനും നല്ലതാണ്, പിന്നെ എന്താ പറയുക, ദഹനത്തിനും നല്ലതാണ്, നല്ലതല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.